നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE സ്വകാര്യ മേഖലയിൽ 2026ഓടെ 10% സ്വദേശിവത്കരണമാണ് ലക്ഷ്യമിടുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ധ തൊഴിൽ രംഗത്ത് ഓരോ വർഷവും 2% സ്വദേശികളെ നിയമിക്കണമെന്നാണ് UAE തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 50 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ ഈ വർഷം ആദ്യ പകുതിയിൽ 1% സ്വദേശിവത്കരണം നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശവും നൽകിയിരുന്നു. ഈ വർഷം നടപ്പിലാക്കേണ്ട 1% സ്വദേശിവത്കരണം ജൂലൈ 7-നകം പൂർത്തിയാക്കണമെന്നാണ് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതിന്റെ സമയപരിധി അവസാനിച്ചിരിക്കെ സ്ഥാപനങ്ങളിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ കർശന പരിശോധന തുടരുകയാണ്. അതിനിടെ UAE സ്വദേശിവത്കരണ പദ്ധതികൾ വൻ വിജയത്തിലേക്ക് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലായി 80,000-ഓളം സ്വദേശികൾക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 30,000-ഉം പിന്നിട്ട 6 മാസത്തിനുള്ളിലാണെന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതായത് അതിവേഗം തന്നെ സ്വദേശിവത്കരണം നടപ്പാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇനി അടുത്ത 6 മാസത്തിനുള്ളിൽ ഈ വർഷം ബാക്കി നിൽക്കുന്ന 1% സ്വദേശിവത്കരണം കൂടെ നടപ്പിലാക്കിയാൽ നിയമിക്കപ്പെടുന്ന സ്വദേശികളുടെ എണ്ണം ഇരട്ടിയാകും എന്നാണ് വിലയിരുത്തൽ. നിയമനം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ച സാഹചര്യത്തിലാണ് രാജ്യത്തെ സ്വദേശിവത്കരണ പദ്ധതി നിർണായക വിജയം കൈവരിച്ചതായി അധികൃതർ വെളിപ്പെടുത്തിയത്. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ 79,000 സ്വദേശികളാണ് ജോലി ചെയ്യുന്നത്. പിന്നിട്ട 1 വർഷത്തിനകം സ്വദേശിവത്കരണ തോതിൽ 57% വർധനയുണ്ട്. ഈ കാലയളവിൽ 500,000-ലേറെ സ്വദേശികൾക്കാണ് പുതിയതായി തൊഴിൽ ലഭിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്വദേശി അനുപാതം ഉയരുന്നത് സർക്കാർ പദ്ധതി ശരിയായ രീതിയിലാണെന്നതിന്റെ തെളിവാണ് എന്നാണ് മാനവ വിഭവ സ്വദേശിവത്കരണ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അവാർ അറിയിച്ചത്. സ്വകാര്യ മേഖലയിൽ സ്വദേശിവത്കരണം നടപ്പാക്കേണ്ട അന്തിമ തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. കമ്പനികൾ നിയമം ലംഘിക്കുകയും സ്വദേശികളെ നിയമിക്കാതിരിക്കുകയും ചെയ്താൽ ആളൊന്നിന് 42,000 ദിർഹമാണ് പിഴ. സ്വദേശിവത്കരണ നിബന്ധനകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് ആദ്യ തവണ 1,00,000 ദിർഹമായിരിക്കും പിഴ ചുമത്തുകയെന്നാണ് അറിയിച്ചിരുന്നത്. 2 തവണയും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴത്തുക 3,00,000 ദിർഹമായി ഉയരും. 3-ാം തവണയും സമാനമായ കുറ്റകൃത്യം സ്ഥാപനത്തിൽ കണ്ടെത്തിയാൽ പിഴത്തുക 5,00,000 ദിർഹമായി ഉയരും. ഇതിനു പുറമെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥാപനം നിയമപ്രകാരമുള്ള സ്വദേശിവത്കരണം നടപ്പാക്കുകയും വേണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.